തിരുവോണ നാളിൽ ആഘോഷ തിമിർപ്പിലാണ് സംസ്ഥാനം. തലസ്ഥാനത്തും അതിന്റെ എല്ലാ തരത്തിലുള്ള ആഘോഷങ്ങളുമുണ്ട്. ഇതിനിടയിൽ ഈ മറ്റ് ജില്ലകളെ അപേക്ഷിച്ച് തലസ്ഥാനത്ത് ഒരു പ്രത്യേകതയുണ്ട്. ഇന്ന് തിരുവോണം അവസാനിച്ചാൽ പോലും ഇവിടുത്തെ ആഘോഷങ്ങൾ തീരുന്നില്ല. സംസ്ഥാന സർക്കാരിന്റെ ഓണം വാരാഘോഷത്തിന്റെ ഭാഗമായിട്ട് 9-ാം തീയതി വരെ ഇവിടെ ആഘോഷങ്ങളാണ്. രാവെന്നോ പകലെന്നോ ഇല്ലാതെ ആഘോഷങ്ങളാണ്. ഈ ഒരു തിരുവോണ ദിനത്തിൽ നമ്മൾ മീഡിയ വണ്ണിനൊപ്പം ഈ ഒരു വാരാഘോഷത്തിന്റെ ചുക്കാൻ പിടിക്കുന്ന എല്ലാ പരിപാടികൾക്കും പിന്നിലുള്ള 2 മന്ത്രിമാരെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ശിവൻകുട്ടി മിനിസ്റ്ററും അതുപോലെ തന്നെ മന്ത്രി GR അനിലും. മിനിസ്റ്റർ, ആദ്യം തന്നെ തിരുവോണ ദിനമാണ്. എന്തൊക്കെയാണ് ഓണം ഓർമ്മകൾ ഒന്ന് പറഞ്ഞു തുടങ്ങാം. നമ്മുടെ എല്ലാ ടെലിവിഷൻ ചാനലുകളും ആദ്യം ചോദിക്കുന്ന ചോദ്യമാണ് ഓണം ഓർമ്മകൾ. ഓണ ഓർമ്മകൾ അന്നുള്ള ഓർമ്മകൾ തന്നെയാണ് ഇന്നും ഉള്ളത്. അന്ന് നമ്മൾ കാണുന്ന കാര്യങ്ങളും ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ് ഇന്നും ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇന്നിപ്പം ആധുനിക ലോകമാണല്ലോ. അത്യന്താധുനിക ശാസ്ത്ര സാങ്കേതിക വിദ്യകളെല്ലാം ഇന്നിപ്പോൾ ജീവിതത്തിൽ പരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ അതിൽ ഓണത്തിൽ അങ്ങനൊരു മാറ്റം വന്നിട്ടുണ്ടാവും. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളെല്ലാം വളരെ ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ ഭാരവാഹികളായും ഗവൺമെൻറ്റിൻ്റെ ഭാഗമായിട്ടൊക്കെ പ്രവർത്തിച്ചിട്ടുള്ളവരാണ്. പലരും പറയുന്ന പോലെ അന്ന് ഞാൻ ഊഞ്ഞാലാടി, അന്ന് അപ്പൂപ്പനും അമ്മൂമ്മയും വീട്ടിൽ ഒരുമിച്ചുണ്ടായിരുന്നു, ഇന്ന് അപ്പൂപ്പനും അമ്മൂമ്മയില്ല എന്നൊക്കെ പറയുന്നതിനേക്കാൾ നല്ലത് ഈ വർഷത്തെ ഓണാഘോഷം എന്ന് പറഞ്ഞാൽ മുൻപ് കാലത്ത് ഒരുപാട് ദാരിദ്ര്യവും പട്ടിണിയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കേന്ദ്ര ഗവൺമെൻറ് ഒരു എതിരായ ഒരു നിലപാട് സ്വീകരിച്ചെങ്കിൽ പോലും ഈ വർഷത്തെ ഓണാഘോഷം ഞങ്ങൾക്ക് അഭിമാനത്തോടുകൂടി പറയാം. എല്ലാ വിഭാഗം ജനങ്ങൾക്കും സന്തോഷത്തോടു കൂടി പായസം കുടിച്ചും ഊഞ്ഞാലാടിയും ഓടിയും ചാടിയും കളിച്ച് ഓണം ആഘോഷിക്കുന്നതിന് വേണ്ടി ഉള്ള സംവിധാനങ്ങൾ ഈ ഗവൺമെൻറ് ഒരുക്കി എന്നുള്ളതാണ് മുൻകാലങ്ങളിലെ ഓണാഘോഷങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി എനിക്ക് പറയാൻ വേണ്ടിയുള്ളത്. അതെ, ഈ ചൂരൽമല, അതുപോലെ കൊറോണ, പ്രളയം, അത്തരം വിഷയങ്ങളൊക്കെ ഉള്ളപ്പോൾ പോലും നമ്മൾ ഇന്നും ഇന്നലെയും ഒക്കെ ആയിട്ട് കടകമ്പോളങ്ങളിലൊക്കെ കച്ചവടക്കാരോടൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. എല്ലാവരും വളരെ സന്തോഷത്തിലാണ്. ഓണത്തിൽ എല്ലാവരും വളരെ തൃപ്തരാണ്. മിനിസ്റ്റർ, ഇതുപോലെ ഇവിടെ വാരാഘോഷം ഒക്കെ നടക്കുകയാണ്. മിനിസ്റ്ററുടെ ഒരു ഓണം എങ്ങനെയാണ്? ഇതിന്റെ ചുമതലകളും മറ്റുമൊക്കെ ആയിട്ടാണോ? അല്ല, ഇത് ഈ ഓണാഘോഷ പരിപാടികൾ വിജയിപ്പിക്കാനും ജനങ്ങൾക്ക് പരമാവധി ആശ്വാസം പകരാനുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാനുമുള്ള ഉത്തരവാദിത്വമാണ് നിർവഹിച്ചു വരുന്നത്. ഇത്തവണത്തെ ഓണം ബഹുമാന്യായ മുഖ്യമന്ത്രി സൂചിപ്പിച്ചതുപോലെ മാവേലി നാട് വാണിയിടുന്ന കാലഘട്ടത്തിൽ ആ ഓർമ്മകൾ പങ്കുവയ്ക്കുമ്പോൾ അതിന് സമാനമായിട്ടുള്ള ജീവിത രീതിയിലേക്ക് കേരളത്തിലെ ജനങ്ങളെ എത്തിക്കാനുള്ള നല്ല ഇടപെടലാണ് ഓരോ മേഖലയിലും. അതിൻ്റെ ഒരു ഭാഗമാണ് ഭക്ഷ്യധാന്യങ്ങളുമായി ബന്ധപ്പെട്ട ഭക്ഷണ ഉൽപ്പന്നങ്ങൾ എത്തിക്കാനുള്ള നടപടികൾ, ന്യായവിലയ്ക്ക് ലഭ്യമാക്കാനുള്ള നടപടികൾ. അത് ഗവൺമെൻറ് ഫലപ്രദമായി തവണ നിർവഹിച്ചു എന്ന് അഭിമാനത്തോടുകൂടി ജനങ്ങളെ അഭിമുഖീകരിക്കാൻ കഴിയുന്ന ഒരു ഓണക്കാലമാണ്. സപ്ലൈകോ വൻ ലാഭത്തിലാണ്. സപ്ലൈകോ ലാഭത്തിലല്ല, വിൽപ്പന കൂടുന്തോറും നഷ്ടത്തിൽ വരുന്ന ഒരു സ്ഥാപനമാണ് സപ്ലൈകോ. ഗവൺമെൻറ്റിൻ്റെ സബ്സിഡി കൂടുകയാണ്. വിൽപ്പന കൂടുമ്പോൾ അതിനനുസരിച്ച് സബ്സിഡി ഗവൺമെൻറ് ബാധ്യത കൂടുന്ന ഒരു സ്ഥാപനമാണ് സപ്ലൈകോ. ആ ബാധ്യത ഏറ്റെടുത്തുകൊണ്ട് സർക്കാർ ജനങ്ങൾക്ക് വില കുറച്ച് സാധനങ്ങൾ എത്തിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ് സപ്ലൈകോയുടെ ഉത്തരവാദിത്വം. ഈ ഓണത്തിന് അവർക്ക് വേണ്ടി ഒരു സമ്മാനം എന്ന പോലെ, അതുപോലെ തന്നെ 2 പേരും ഈ തിരുവനന്തപുരംകാരാണല്ലോ. അപ്പോൾ ഈ തിരുവനന്തപുരം ഓണം എന്ന് പറഞ്ഞാൽ തിരുവനന്തപുരത്താണ് അതിൻ്റെ ഒരു ഹൈലൈറ്റ് വരുന്നത്. മിനിസ്റ്റർ, നമ്മുടെ ഓണാഘോഷം വർഷങ്ങളായി തിരുവനന്തപുരമാണ് ഏറ്റവും മുന്നിൽ നിൽക്കുന്നത്. എല്ലാ ജില്ലകളിലും ഉണ്ടെങ്കിൽ പോലും തിരുവനന്തപുരത്ത് 33 വേദികളിലായിട്ട് പ്രോഗ്രാം നടക്കുന്നു. 10,000-ഓളം വരുന്ന കലാകാരന്മാർ പങ്കെടുക്കുന്നു. പ്രത്യക്ഷമായും പരോക്ഷമായി അവർക്കൊരു പങ്കാളിത്തം ഉറപ്പാക്കുന്നു. ഒരു 4,000-ഓളം വരുന്ന പാരമ്പര്യ കലകൾ അവതരിപ്പിക്കുന്നതിന് വേണ്ടി ആ കലാകാരന്മാർക്കൊരു അവസരം കിട്ടുന്നു. പിന്നെ ഒരു ഘോഷയാത്ര ഒരു പുതുമയുള്ള കാര്യമാണ്. 165-ഓളം വരുന്ന പ്ലോട്ടുകൾ പിന്നെ ഘോഷയാത്രയായി പോകുന്നു. അപ്പോൾ അങ്ങനെ എല്ലാം കൊണ്ടും ഒരു ലക്ഷക്കണക്കിന് വരുന്ന ആൾക്കാർ കേരളത്തിൽ തിരുവനന്തപുരം ജില്ലയ്ക്ക് ഉള്ളിൽ നിന്നുകൊണ്ടും ജില്ലയ്ക്ക് പുറത്തു നിന്നുള്ള ആൾക്കാർ ഇത് കാണാൻ വേണ്ടി വരുന്നു. അപ്പോൾ ആൾക്കാർക്ക് നേരത്തെ പറഞ്ഞ പോലെ ഒരു ദാരിദ്ര്യമില്ലല്ലോ. ദാരിദ്ര്യവും ബുദ്ധിമുട്ടും പ്രയാസവും ഉണ്ടെങ്കിൽ പിന്നെ ആഘോഷം കാണാൻ വേണ്ടി വരാൻ വേണ്ടി പറ്റില്ലല്ലോ. ആഘോഷം കാണാൻ ജനങ്ങൾ പിന്നെ പോകണം എന്നുള്ള ഒരു ആഗ്രഹവും പിന്നെ അതേപോലെ തന്നെ അങ്ങനെയുള്ള ഒരു സമീപനവും അവർക്ക് പിന്നെ ലഭിക്കുന്നു. അപ്പം അതുകൊണ്ട് തിരുവനന്തപുരത്തെ ഓണാഘോഷത്തിന് ഞാൻ ഈ പറഞ്ഞ പോലുള്ള ഒരുപാട് പ്രത്യേകതകളുണ്ട്. മിനിസ്റ്റർ, അതുപോലെ തന്നെ ഇന്നത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ ഓണം സാഹോദര്യത്തിന്റെ കൂടെ ഒരു ഉത്സവമാണല്ലോ. എത്തരത്തിലുള്ള ഒരു ഓണാശംസയാണ് നമ്മുടെ മീഡിയ വണ്ണിന്റെ പ്രേക്ഷകർക്ക് നേരുന്നത്? മീഡിയ വണ്ണിന്റെ പ്രേക്ഷകർക്ക് നേരാനുള്ള ഓണാശംസ എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും സമത്വത്തിനു വേണ്ടിയും സ്വാതന്ത്ര്യത്തിനു വേണ്ടിയും
അതുപോലെ തന്നെ നന്മയ്ക്ക് വേണ്ടിയും ഒക്കെ തന്നെ പോരാടുന്നവരാണ് നമ്മളെല്ലാവരും. പാവപ്പെട്ടവൻ്റെയും സാധാരണക്കാരൻ്റെയും പ്രശ്നങ്ങൾക്ക് വേണ്ടി നിൽക്കുന്നവരാണ്. ഇപ്പോൾ മതേതരത്വ പ്രസ്ഥാനങ്ങൾ വളർന്നു വരണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. ഏകാധിപത്യം അവസാനിപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. അപ്പോൾ ഇതെല്ലാം നമ്മൾ കൂട്ടായി ഈ മാധ്യമങ്ങളും അതുപോലെ എല്ലാവരും കൂട്ടായി നിന്നുകൊണ്ട് ഇത്തരം നന്മയ്ക്ക് വേണ്ടിയുള്ള പോരാട്ടം നടത്തുക എന്നുള്ളതാണ് ഈ വർഷത്തെ ഓണാഘോഷത്തിൻ്റെ ഭാഗമായി നൽകുവാനുള്ള ആശംസ. ഇതെങ്ങനെയാണ് മിനിസ്റ്ററുടെ ആശംസ മീഡിയ വണ്ണിനും അവരുടെ പ്രേക്ഷകർക്കും വേണ്ടിയിട്ട്? കേരളത്തിലും രാജ്യത്തിൻ്റെ എവിടെ നടക്കുന്ന ഓണാഘോഷ പരിപാടികൾ ശ്രദ്ധേയമായ ഒരു പങ്കാണ് തിരുവനന്തപുരത്തെ ഓണാഘോഷ പരിപാടികൾ. ഇത്തവണ ഗവൺമെൻറ് തിരുവനന്തപുരത്ത് മാത്രമല്ല, ജില്ലാ കേന്ദ്രങ്ങളിൽ മാത്രമല്ല, ചെറു ഗ്രാമങ്ങളിലടക്കം പഞ്ചായത്തുകളുടെ മുൻകൈയിൽ ഓണാഘോഷത്തിലേക്ക് ജനങ്ങളെ ആകർഷിക്കുന്ന വിവിധ പരിപാടികൾ തയ്യാറാക്കിയിട്ടുണ്ട്. എനിക്ക് ഓണാഘോഷവുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്, പഴമയുടെ മാവേലിയുടെ രാജഭരണകാലത്തെ ആ കാലഘട്ടത്തെ അനുസ്മരിക്കുന്ന ഒരുപാട് വിഷയങ്ങൾ നമ്മളിന്ന് ചർച്ച ചെയ്യുകയാണ്. അന്ന് ഒരുമയുടെയും ഐക്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും ദിനങ്ങളും ആ രീതിയുമായിരുന്നുവെന്ന് നമ്മൾ അയവിറക്കുകയാണ്. എന്നാൽ ഇന്ന് നമ്മുടെ നാടിനെയും രാജ്യത്തെയും ജനങ്ങളെ ഭിന്നിപ്പിക്കാൻ, ജാതിയുടെ മതത്തിൻ്റെ പേരിലുള്ള വലിയ വികാരം ഉണ്ടാക്കാൻ, അത് ഭരണത്തിലേക്ക് എത്തിക്കാൻ കഴിയുന്ന രീതിയിലുള്ള സമീപനങ്ങളിലേക്ക് നീങ്ങുന്ന ഒരു കാലഘട്ടമാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ നാടിൻ്റെ ഐക്യം, ജനങ്ങളുടെ ഐക്യം കാത്തുസൂക്ഷിക്കാൻ മീഡിയ വൺ ജനങ്ങളെ കൂടുതൽ മതേതര ചിന്തയിലേക്ക് കൊണ്ടുവരാൻ സാധിക്കണമെന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. എല്ലാ പ്രേക്ഷകർക്കും ഓണാശംസകൾ നേരുന്നു. മീഡിയ വണ്ണിന്റെ ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് ഇരുവർക്കും എന്റെയും മീഡിയ വണ്ണിന്റെയും ഓണാശംസകൾ നേരുകയാണ്. ഇത്തരത്തിൽ കൊറോണ, അതുപോലെ തന്നെ നിപ്പ, ചുരൽമല, പ്രളയം, ഇത്തരം പല കാര്യങ്ങളും ഈ കേരളത്തിൽ നടന്നുപോയി. എന്നാൽ ഇന്ന് കേരളം സാഹോദര്യത്തിന്റെ എല്ലാ തരത്തിലും സന്തോഷത്തോടെ ഒരു തിരുവോണം ഉണ്ണുകയാണ്. അത്തരത്തിൽ ഇവിടെ ഓണം വാരാഘോഷത്തിന്റെ ചുക്കാൻ പിടിക്കുന്നതിനിടയിലാണ് നമുക്ക് വേണ്ടി മിനിസ്റ്റേഴ്സ് അല്പസമയം മാറ്റിവെച്ചത്. അവർ മടങ്ങുകയാണ്. ഇനിയും ഒരുപാട് പരിപാടികളുണ്ട്, അതിനൊക്കെ നേതൃത്വം നൽകേണ്ടതുണ്ട്. ക്യാമറ പേഴ്സൺ ഉണ്ണി പാലായിക്കൊപ്പം സനിസ ശോഭ ചന്ദ്രൻ, മീഡിയ വൺ.